നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവിടെ നടന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ദിവ്യദൃഷ്ടിയൊന്നും വേണ്ട. അനുജത്തി കേമിയ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാമെന്നാ അവള് കരുതിയിരിക്കുന്നത്. ഈ പരസ്പരം ജീവൻ കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു ബന്ധം. നമ്മുടെ നീക്കങ്ങള് വളരെ സൂക്ഷിച്ചു വേണം. അശ്വതി പോലെയല്ല, അമൃതയെടുത്ത് ചോദ്യം ചോദിക്കാൻ മിടുക്കിയ. ചിലപ്പോ നമ്മളെ കുടുക്കിക്കളയും. ഞാൻ പ്രത്യേകിച്ചൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സ്റ്റാഫ് എന്നുള്ള നിലയ്ക്ക് നിന്നാ മതിയല്ലോ അല്ലേ? മാലിനിയോട് എന്തെങ്കിലും ചോദിച്ചാ അത് എന്നോട് ചോദിക്കാൻ പറഞ്ഞാ മതി. കേട്ടല്ലോ? യെസ് മാഡം. അമൃതയെടുത്തെ കൂടെ കൊണ്ട് നിർത്തുന്നതില് ശ്യാമയ്ക്ക് കൃത്യമായ എന്തെങ്കിലും ഉദ്ദേശം കാണും. അതെന്താണെന്ന് കണ്ടെത്തണം. കൂടെ നിൽക്കാൻ എത്ര മികച്ചവള് വന്നാലും ശ്യാമ നമുക്കൊരു കളിപ്പാട്ടം പോലെ ആയിരിക്കണം. നമ്മൾ കീ കൊടുത്താൽ മാത്രം പ്രവർത്തിക്കുന്ന, നമ്മുടെ ഇഷ്ടങ്ങളെ മാത്രം ചെയ്യുന്ന ഒരാൾ. അത്രയേ ശ്യാമ പോകാവൂ. എന്നിട്ടും ചില കാര്യങ്ങളിൽ ശ്യാമ മാഡത്തിന്റെ നീക്കങ്ങളിൽ നമുക്ക് പിടുത്തം കിട്ടുന്നില്ലല്ലോ, പ്രത്യേകിച്ച് മകളുടെ കാര്യത്തിൽ. ശരിയാണ്. അക്കാര്യം മാത്രം കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യമായിരുന്നിട്ട് പോലും. പക്ഷേ ദൈവങ്ങള് കാവലിരുന്നാലും ഒരുപാട് കാലം മറഞ്ഞിരിക്കാൻ പറ്റില്ല. അതെനിക്ക് ഉറപ്പാ. ശ്യാമയ്ക്ക് കരയാനാണ് വിധി. ഇതുവരെ അഖിലിന്റെ നഷ്ടത്തിൽ, ഇനി അങ്ങോട്ട് മകളുടെ നഷ്ടത്തിൽ. പ്രിയ, അവിടുന്ന് കുറച്ച് ജീരകം ഇങ്ങെടുത്ത്. വേണമെങ്കി വന്ന് എടുത്താ മതി. ഞാൻ ഈ അടുക്കള കിടന്ന് തീയും പുകയും കൊള്ളേണ്ടവളൊന്നും അല്ല. എന്റെ ഒരു കാര്യം മാറും. നല്ല മണം വരുന്നുണ്ടല്ലോ പത്മിനി. ഇന്ന് എന്താ സ്പെഷ്യല്? അറിയില്ലമ്മേ, വാ നമുക്ക് നോക്കാം. ചേച്ചി അതിങ്ങടുത്തേ, ഇത് പിടിച്ചേ. എന്താ? പിടിച്ചു പിടിച്ചു. ആഹാ, ഇത് എന്താ ഇത്? ഞാൻ കരുതി രാധികമോളാവും പാചകം ചെയ്യുന്നേന്ന്. ചേച്ചിക്ക് അതിന് വീഡിയോ ഒന്ന് കണ്ടെടുക്കാൻ നേരം കിട്ടിയിട്ട് വേണ്ടേ? എത്ര നേരം ഇതിങ്ങനെ കണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്? ആ, ഇത് തന്നെ വീട്ടിൽ വെച്ച് ഫോൺ എടുക്കാൻ മുത്തശ്ശി സമ്മതിക്കാത്തത്. കൈ കിട്ടിയ പിന്നെ എല്ലാം മറന്നെങ്കി ഇരുന്നോളൂ. അത് മുത്തശ്ശി. ഒന്നും പറയണ്ട. ഇതൊന്നും കുടുംബത്തിൽ പിറന്ന കുട്ടികൾക്ക് ചേർന്നതൊന്നും അല്ല. അമ്മേ, ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. മുത്തശ്ശി ഒന്ന് ടേസ്റ്റ് ചെയ്തേ. നന്നായിട്ടുണ്ട് മോളെ, നല്ല കൈപുണ്യം. അതെ, മുത്തശ്ശി എന്തൊന്നും പറയാത്ത? ഇതിനേക്കാൾ കേമമായിട്ട് ഈ കറി വയ്ക്കാൻ പറ്റില്ല. കേട്ടോ മോളെ, മുത്തശ്ശി ഇങ്ങനൊരു അഭിപ്രായം പറയാന്ന് വെച്ചാ മോള് ജയിച്ചു എന്നാ അർത്ഥം. ആ, കറികളൊക്കെ പ്രിയങ്ക വച്ചു കഴിഞ്ഞില്ലേ? പിന്നെന്തിനാ കുട്ടി ഇവിടെ നിൽക്കുന്നേ? പൊയ്ക്കോളൂ. മോളെ, കറിയൊക്കെ ഇത് മതി മോളെ. ഇനി മുതൽ എല്ലാവർക്കും എപ്പോഴും വെച്ച് വിളമ്പണം. അച്ഛൻ പറയുന്നത് പോലെ വയറ് നിറയുമ്പോ മനസ്സും നിറയും. അല്ലേ അമ്മ? മുത്തശ്ശി, അത് ഒന്നും പറയണ്ട. അവിടെ നടന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് ദിവ്യദൃഷ്ടിയൊന്നും വേണ്ട.
അനുജത്തി കേമിയ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇരുട്ടുകൊണ്ട് ഓട്ട അടയ്ക്കാമെന്നാ അവള് കരുതിയിരിക്കുന്നെ. സമയം വരുമ്പോ മുത്തശ്ശി തന്നെ ആ തോന്നല് മാറ്റി കൊടുത്തോളാം. നാവിൻ തുമ്പിലെ രസത്തീന്നറിയാം അത് നിന്റെ കൈപ്പുണ്യാണെന്ന്. വിഷമിക്കണ്ട. ഐശ്വര്യ പുറത്തുപോയി കഴിഞ്ഞപ്പോ അല്പം ആശ്വാസമായി. മനസ്സ് തുറന്ന് ശ്യാമയോട് അല്പം സംസാരിക്കാലോ. എന്താ ഇടത്തേക്ക് പറയാനുള്ളത്? സത്യത്തിൽ ഇങ്ങോട്ട് വരുമ്പോ എനിക്ക് നല്ല പേടിയായിരുന്നു. ഇങ്ങോട്ട് വന്നാ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ മുഖം കാണേണ്ടി വരുമല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ എനിക്ക് തെറ്റി. ജീവിതത്തിനോട് ശ്യാമ വല്ലാതെ പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഇത് തന്നെ ഞാൻ ആഗ്രഹിച്ച മാറ്റവും. ഇപ്പെല്ലാം മറക്കാൻ പറ്റുന്നുണ്ടല്ലേ? ഒരിക്കലുമില്ല. ഇപ്പൊ കുറെ ഓർക്കാനുണ്ട്. അതാ വ്യത്യാസം. മോളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ കാര്യം ഞാൻ മാലിനിയോട് ചോദിച്ചു. ഒഴിഞ്ഞു മാറിയതുപോലെ എനിക്ക് തോന്നിയത്. അവരൊഴിഞ്ഞു മാറിക്കോട്ടെ എടുത്തി. എന്റെ മോളെ കുറിച്ച് ഇനി അവരന്വേഷിക്കണ്ട. അവൾ എന്റെ അടുത്തുണ്ട്. അവൾ എന്റെ അടുത്ത് ഇരിക്കാറുണ്ട്. എന്നും എനിക്ക് പാട്ട് പാടിത്തരാറുണ്ട്. ഞാൻ അവളെ ചേർത്ത് പിടിക്കാറുണ്ട്. ഉമ്മ വയ്ക്കാറുമുണ്ട്. സ്വപ്നത്തിലോ? അല്ല, എന്റെ മോളെ ഞാൻ കണ്ടെത്തി. സത്യമാണേ പറയുന്നേ? സത്യം. അവളുടെ പേര് രാധിക എന്നാ. ശരിക്കും കാണാൻ എന്നെപ്പോലെ തന്നെയാ. ഇവിടെ അടുത്ത ശ്രീകൃഷ്ണപുരത്തൊരു അമ്പലമുണ്ട്. അവിടുത്തെ പൂജാരി ദേവനാരായണൻ തിരുമേനിയാ അവളെ എടുത്ത് വളർത്തുന്നത്. അവരുടെ മകളായിട്ട്. ശ്യാമേ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഐശ്വര്യ കൂട്ടരൊക്കെ ഇത്രയ്ക്കും ശ്രമിച്ചിട്ട് നടക്കാത്തൊരു കാര്യം ശ്യാമയ്ക്ക് എങ്ങനെയാ? അതിന്റെ ഉത്തരം ദൈവം തന്നെയാ. പിന്നെ എന്റെ കണ്ണീരും. അഖിൽ സാറിന്റെ ആത്മാവിന്റെ ആഗ്രഹമൊക്കെ ദൈവം നേരിട്ട് കണ്ടു കാണും. അങ്ങനെയാ ഞാൻ അവളെ കണ്ടത്. എന്നിട്ടെന്താ പിന്നെ മോളെ കൂടെ കൊണ്ടുവന്ന് നിർത്താത്തെ? അതിനൊരുപാട് പ്രശ്നങ്ങളുണ്ട് എടുത്തേ. ഒടുവിൽ ഞാൻ ആഗ്രഹിച്ച സ്വർഗം എന്റെ മുമ്പിൽ വെച്ച് തന്നു. ഇനി നോക്കിക്കോ, ശ്യാമെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എന്റെ മകളെ സംരക്ഷിക്കുന്ന അമ്മയോ. ആ അമ്മയുടെ ചങ്കൂറ്റം ഞാൻ കാണിക്കണ്ടേ? കാണിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.